ഒരു കാര്യം പറയാറുണ്ട്, ആരാണ് റിയൽ എസ്റ്റേറ്റ് അക്വയർ ചെയ്യുന്നത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, അവർ നെക്സ്റ്റ് ജനറേഷനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ ഒരു സമാജം വാങ്ങിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഇപ്പൊ മലയാളി സമാജത്തെ മലയാളികൾക്ക് ടോട്ടലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നായിട്ട് വളർന്നു. സോ ഇതിന്റെ ഭാരവാഹികൾക്ക് നല്ലൊരു കൈയടി കൊടുക്കും. അത് മാത്രമല്ല, മിക്കവാറും ഇവർ ഇത് വാങ്ങിക്കുമ്പോൾ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടാവുക, നമുക്ക് 6-7 ഏക്കറുണ്ട് കപ്പ നടാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും പൈസ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആ സ്ഥലങ്ങൾ കപ്പ നടാതെ ഇത്രയും നല്ലൊരു ക്രിക്കറ്റ് ഓഡിറ്റോറിയം ഉണ്ടാക്കിയത്, ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയത് തന്നെ വലിയൊരു സംഭവമാണ് ഈ ഹാമിൽട്ടൺ സിറ്റിയുടെ സഹായത്തോടു കൂടി. ബട്ട് അതിനൊരു നല്ല കൈയടി അഗൈൻ കൊടുക്കും. ആൻഡ് I'm thankful that still they are approaching me to support these kind of events. Thank you so much for Samajam to approach me for this. Thank you. To receive a bouquet as a memento of our appreciation and gratitude to you. Thank you so much once again for all your support. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MP പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി സോയിമാൻ മാത്യു, മലയാളി വാർത്ത ഇൻസൈഡ്, പുള്ളിയെയും അതുപോലെ തന്നെ ഷായ് ചേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈഡിയ ആവാം. ഹലോ, ഇത് കണ്ടോ, നമ്മുടെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നേക്കുന്ന മലയാളി മക്ക. Say it in English. She wore our dress. None of you have that dress. No. What they say? Soiman എന്തെന്ന് പറയണം. Next time you have to wear this one. പ്രിയപ്പെട്ടവരെ, കൊള്ളാം, എന്താ ഒരു വൈബ്! ഇതാണ് സ്പിരിറ്റ്. ഓരോ മുഖങ്ങളിലും സന്തോഷം, ആ മുഖത്ത് സന്തോഷവും സ്നേഹവും സൗഹാർദ്ദവും. ഇതാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഒന്നൊന്നര തറവാട്. ഈ തറവാടിൻ്റെ മുറ്റത്തേക്ക് ഹാമിൽട്ടൺ മലയാളികൾ മാത്രമല്ല, ഒൻറ്റാറിയോ മലയാളികളെ ഒക്കെ നിങ്ങൾ ക്ഷണിക്കണം. എല്ലാവരുടെയും ഒരു തറവാട് വീടായി ഇത് മാറ്റണം. കേറിവാടാ മക്കളെ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന കാരണവന്മാർ, ആ തോർത്തും ലുങ്കിയും മലയാളിത്വവും ആ സാഹോദര്യവും ഒക്കെ കിടും. നന്ദി. ഇതിലും വലിയ ന്യൂസ് വരാൻ പോവാ മലയാളി വാർത്തയിൽ. ഓക്കെ, ബി കെയർഫുൾ. അതിന്റെ യൂട്യൂബിൽ വാച്ച് ചെയ്യണം, മലയാളി വാർത്ത ഇൻസൈഡ് ബൈ സോയിമാൻ മാത്യു. We are always watching. We are watching. Thank you once again. Now I'd like to call upon our grand sponsor, Mr. Manoj Karatha, on stage again to receive a bouquet as a token of our love and gratitude to you. Please let me welcome Mr. Bijut Devasi to hand over the bouquet. ചേട്ടാ നേരെ. നീ അവരെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കണേ. അടുത്തതായി സർ ബിയോണ്ട് ദ സ്റ്റേജ്. അടുത്തതായി ഞാൻ നമ്മുടെ HMS പ്രോപ്പർട്ടി മാനേജ്മെന്റ് സെക്രട്ടറി മാത്യു ചേട്ടനെ, മനോജ് കരാത്തയ്ക്ക് പൊന്നാടി അണിയുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓരോ ഇങ്ങോട്ട് നോക്കാമെന്ന് പറഞ്ഞേ. I'd like to now invite our president, Mrs. Siji Joseph, to hand over the plaque to Mr. Manoj Karatha. അതൊന്ന് കാണിക്കോ? ആ, അവിടെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ ഫോട്ടോ എടുത്തു. Now I call upon Dr. Sabir to the stage, and I welcome
HMS Property Management Committee member Rose Kuyen to give a bouquet to Dr. Sabir. Annie Williams, sorry. Correction, I'm a BOD member and my name is Annie Queen. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കി വെച്ചിരിക്കണേ. ഏത് ഇങ്ങോട്ട് നോക്കിയോ, ഒരു ഫോട്ടോ ഒക്കെ അതാ സൂം റെക്കോർഡ്. അത് നല്ല ലുങ്കി ഉടുത്ത് കഴുത്തിൽ തോർത്ത് മുണ്ടിട്ട് നമ്മുടെ മലയാളിത്ത ശൈലിയിൽ തന്നെ ആളുകളെ സ്വീകരിക്കുന്നു. മനോഹരമായൊരു ഫുഡ് ഫെസ്റ്റിവലാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എത്ര സൗഹാർദ്ദപരമായിട്ടാണ് ആളുകൾ ഇടപെടുന്നത്. പരസ്പര സ്നേഹഭാഷണങ്ങൾ, ഒരു കുടുംബത്തിൽ എന്നതുപോലെ രസകരമായ പല നമുക്ക് കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും. കുട്ടികൾ പന്ത് കളിക്കുന്നു, മറ്റ് കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾ അവർക്കുള്ള ഫൺ സോണുകളുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അണിയിച്ചൊരുക്കിയിരിക്കുന്നു. എന്താണ് ഈ ഒരു ഈവനിങ്ങിൽ, ഈ ഒരു സദ്യയിൽ മലയാളികളോട്, കേരളത്തിലെ മലയാളികളോട്, ലോകമെമ്പാടുമുള്ള മലയാളികളോട് പറയാനുള്ളത്? ഇതാണ് ഞങ്ങളുടെ കൂട്ടായ്മ, ഇവിടെയാണ് ഞങ്ങളുടെ സൗഹൃദം. ഞങ്ങൾ ഒരു കുടുംബമാണ്. ഇവിടെ ജാതി മത ഭേദമേ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു. അത്രേ പറയാനുള്ളൂ. ഇതാണ് നിങ്ങൾ കാണുന്നത്, എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനോഹരമായ ഒരു 6 ഏക്കർ ഉള്ള ഒരു പ്രോപ്പർട്ടി. അതിൽ വളരെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 17,000 സ്ക്വയർ ഫീറ്റിൽ ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഈ നമ്മുടെ പ്രോപ്പർട്ടിയിൽ? ഇവിടെ എനിക്ക് ഏറ്റവും നൊസ്റ്റാൾജിക്കായിട്ട് ഞാൻ മിസ് ചെയ്യുന്നത് കല്യാണ തലേന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതെ അതെ, ആ തലേന്നാണ് ഇന്നലെ, അതായത് ഏത് ഇവൻറ്റിൻ്റെയും തലേ ദിവസം ഫ്രൈഡേ നൈറ്റിൽ ഇവിടെ ഈവനിങ്ങിൽ വന്നാൽ നമ്മുടെ നിശ്ചയം ചെയ്യുന്ന കല്യാണ തലേന്ന് ഇവിടെയാണ്. അതാണ് അവിടെയാണ് നമ്മൾ കെട്ടുറപ്പുണ്ടാക്കുക. ഫാമിലി ആയിട്ടുള്ള ആ ഒരു ബൈൻഡിങ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ കല്യാണ തലേന്ന് നമ്മളിവിടെ അരങ്ങേറും. ഇവിടെ അതിമനോഹരമായ ഒരു കിച്ചൺ ഉണ്ടാകത്ത്. ആ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു 10-50 പേർക്ക് നിരന്ന് നിൽക്കാം. അത്ര വലിയ കിച്ചൺ. ഒരു 1000-2000 പേർക്കൊക്കെ സദ്യ ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. ഓണക്കാലത്ത് ഇവിടെ ഓണസദ്യയുണ്ട്, ക്രിസ്മസിനുണ്ട്, ന്യൂ ഇയറിനുണ്ട്. എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ? ഇവിടെ നമുക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടികളെന്ന് പറഞ്ഞാൽ 6 പരിപാടിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാർഡ് ഗെയിമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 56 എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റും 28 എന്ന് പറയുന്ന ടൂർണമെൻറ്റും. ചീട്ടുകളിയാണത്, പക്ഷേ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ സ്പോർട്സ് ഗെയിം. പിന്നെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ബിഗ് വൈബ്. അവിടെ എവറി സമ്മർ ആയി കഴിഞ്ഞാൽ എവറി വീക്ക് വി ഹാവ് ക്രിക്കറ്റ് മാച്ച് ഹാപ്പനിങ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഹാമിൽട്ടൺ മലയാളി സമാജം ഇസ് എ ഫ്രീ ഹോൾഡ് ഫെസിലിറ്റി. ഇതിന്
ആർക്കും ഒരു ലയബിലിറ്റിയും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പയനിയേഴ്സ് ഈ സമാജം മേടിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് എവറിബഡി ഈസ് വെൽക്കം ടു ദ തറവാട്. ന്യൂ കമേഴ്സിന് പ്രത്യേക കൗൺസിലിംഗ് പ്രോഗ്രാം ഉണ്ട് വരുന്നത്. അതിനൊരു കൗൺസിലിംഗ് റൂം ഇപ്പോൾ ഇവിടെ കണ്ടു. ഇപ്പോൾ സമയം വൈകിട്ട് രാത്രിയാകാൻ പോകുന്നു, 8:30 മണിയാണ്. സിറ്റി ഓഫ് ഹാമിൽട്ടൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ബിനു കോര. He has some authority to say few things about what we are doing. താങ്ക് യു ഷായ്ചാൻ. ഷായ്ചാൻ ഞങ്ങളുടെ വളരെ പ്രിയങ്കരനായ ഒരു നേതാവാണ്. ഞങ്ങളുടെ ഹാമിൽട്ടൺ മലയാളി സമാജം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് ഹാമിൽട്ടൺ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ഈ ഹാമിൽട്ടൺ മലയാളി സമാജം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ വ്യക്തികളും പല കുടുംബത്തിൽ നിന്നാണെങ്കിലും സഹോദരങ്ങളായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നു. അതുമാത്രമല്ല, ഞങ്ങൾക്ക് സീനിയേഴ്സിനായിട്ടുള്ള സപ്പോർട്ടുണ്ട്, ചിൽഡ്രൻസിനായിട്ടുള്ള സപ്പോർട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ യൂത്തിനായിട്ടുള്ള സപ്പോർട്ട്. യൂത്ത് ഉള്ളതാണ് ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാനുള്ളത്. ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യുക, ഞങ്ങളുടെ യൂത്തിനെ അടുത്ത ഒരു നല്ല പൗരന്മാരാക്കി അല്ലെങ്കിൽ നല്ല ഒരു യുവതിയാക്കി തീർക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ ഹാമിൽട്ടൺ മലയാള സമാജം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷായ്ചാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഞങ്ങൾക്ക് ഇവിടെ ഉയർത്തുവാൻ തക്കവണ്ണം ഓരോരുത്തർക്ക് സാധിച്ചു. അതിൻ്റെ മേളിൽ അനേകരുടെ കഷ്ടപ്പാടും എസ്പെഷ്യലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ സറൗണ്ടിങ് കമ്മ്യൂണിറ്റി അവരെല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് താങ്ക് ചെയ്യുകയാണ്. ഞാൻ ഹാൻഡ് ഓവർ ടു. എന്താണ് നമ്മുടെ ഈ സന്ധ്യയിൽ പറയാനുള്ളത് മലയാളികളോടൊക്കെ? ഇതുപോലെയുള്ള കൂട്ടായ്മകൾ വേണം. ഇവിടെ ഇപ്പോൾ സമയം വൈകിട്ട് 8:30 മണി. എന്താണ് ഈ ഒരു സന്ധ്യാസമയത്ത് നമ്മുടെ മലയാളികളോടൊക്കെ ഒന്ന് പറയാനുള്ള ഈ ഒരു കൂട്ടായ്മയെ കുറിച്ച്? Sony is the backbone behind this whole event. His plan for the food was excellent. He executed it very well. And also his Palampuri, right? Yes, Palampuri is he is one of the famous Palampuri. ഈ സന്ധ്യയിൽ നമുക്ക് പറയാനുള്ളത് എന്തും നമുക്ക് പോസിബിളാണ്. ഇവിടെ ഇപ്പം നിങ്ങൾ ഇത് കാണാവുന്ന 1000 പേരോളം നമ്മൾ ഇന്ന് വന്ന് നമ്മളുടെ സ്വന്തം കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ് നമ്മൾ ഇന്ന് വിളമ്പിയത്. ഏതാണ്ട് 14ഓളം വിവിധ രുചി വൈവിധ്യങ്ങൾ, നമ്മുടെ നാടിൻ്റെ തനിമ ഏറിയ രുചി വൈവിധ്യങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ സഹായിച്ചു. 100-ൽ പരം ആൾക്കാർ, 100-ൽ പരം വോളണ്ടിയേഴ്സ് ഏകദേശം 1 മാസമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കൊമേഴ്സ്യൽ കിച്ചണുണ്ട്, അതേപോലെ തന്നെ എല്ലാം വോളണ്ടിയേഴ്സാണ് നമുക്കിത് ചെയ്യുന്നത്. അതുകൊണ്ട് എവറിത്തിങ് ഈസ് പോസിബിൾ, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് പോസിബിൾ. എന്താണ് നമ്മുടെ ഈ ഒരു സന്ധ്യാസമയത്ത് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സമാജത്തെക്കുറിച്ചാണ്. സമാജം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമാജത്തിൽ അല്ലെങ്കിൽ ഹാമിൽട്ടണിൽ വന്നിട്ട് 12 വർഷമായി. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പുള്ളവർ പടുത്തുയർത്തി വെച്ചിരിക്കുന്നതാണ് ഈ സമാജം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഇവിടെ ഓൾറെഡി ഈ സമാജം ഉണ്ട്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു സമാജം. അപ്പോൾ ഇതിന് മുമ്പ് പോയവർക്ക് നന്ദി പറയുക. സത്യം പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു സമാജവും നല്ലൊരു കമ്മ്യൂണിറ്റിയും ഇവിടെ ഉണ്ടാക്കിയതിൽ നാട് മിസ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും കാനഡയിൽ എത്തുന്ന മലയാളികൾ നിർബന്ധമായും ഹാമിൽട്ടണിലെത്തണം. ഈ ഹാമിൽട്ടൺ മലയാളി സമാജത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നോക്കി മനസ്സിലാക്കണം. ഒരു പ്രവാസി കൂട്ടായ്മ എങ്ങനെയാണ് ഏറ്റവും സന്തോഷകരമായി പ്രവർത്തിക്കേണ്ടത്, ഏറ്റവും പ്രയോജനകരമായി പ്രവർത്തിക്കേണ്ടതെന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ഹാമിൽട്ടൺ മലയാളി സമാജം. എന്താണ് സമാജത്തിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ നമ്മുടെ മലയാളികളോട് പറയാനുള്ളത്? ഈ സമാജം ഇവിടെ ഈ ബിൽഡിംഗ് നമ്മൾ മേടിച്ചത് 2003-ലാണ്. 2003 തൊട്ട് 2012 വരെ എൻ്റെ അറിവിൽ ഇവിടെ സ്പോൺസർഷിപ്പ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ഇവിടെ പൈസ പിരിക്കുന്നു, നമ്മൾ തന്നെ അതിനുള്ള എല്ലാ വഴിയും ഒരുക്കുന്നു. ഈ പറഞ്ഞ ഇതുപോലെ തന്നെ ഇത്ര ജനമില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു കൂട്ടായ്മയും നല്ല കൂട്ടരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്പോൺസേഴ്സാണ് നമ്മുടെ ഇതിൻ്റെ ഒരു അടിസ്ഥാനം, ഒരു എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം. നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് കണ്ടമാനം സ്പോൺസേഴ്സ് നമുക്ക് മുന്നോട്ട് സമാജത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹാമിൽട്ടൺ മലയാളി സമാജം എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഓൺ ചെയ്യുന്ന ഒരു സമാജത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സമാജം എന്ന് പറയാം. ആ സമാജത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും വളരെയധികം
താല്പര്യവും കാണിച്ച് മുന്നോട്ട് വരുന്ന പല സ്പോൺസേഴ്സും നമുക്കിവിടെ ഉണ്ട്. ഇപ്പം ഇന്നത്തെ പരിപാടി തന്നെ മനോജ് കരാത്തിയാണ് ഇന്നത്തെ ഇവിടുത്തെ ഗ്രാൻഡ് സ്പോൺസർ. പുള്ളിയോട് നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ, പുള്ളി ഫുൾ ഹാർട്ട് വെച്ചിട്ടാണ് നമുക്ക് ഇതിനുള്ള ഇത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമാജത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സ്പോൺസേഴ്സും വേണം, നമ്മുടെ ആൾക്കാരുടെ ഒത്തുമയും കൂട്ടായ്മയും എല്ലാം നമ്മൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അതിനെല്ലാം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. നല്ലൊരു സൂപ്പർ വൈബാണ് ഇവിടെ ഉള്ളത്. ഒരു കൂട്ടായ്മ, കുടുംബം, സ്നേഹ ബന്ധങ്ങളുടെ ഒരു വളരെ തെളിമയാർന്ന പ്രതീകം. ആ മുഖത്തെ ചിരി കണ്ടാൽ മതി. നമ്മുടെ ഇവിടുത്തെ ഭാരവാഹികളുടെ മാത്രമല്ല, ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മുഖത്തെ ആ ചിരി, സന്തോഷം. വാസ്തവത്തിൽ കേരളത്തിലല്ല എന്ന് നമുക്ക് തോന്നുന്നില്ല. കേരളത്തിൽ നിന്ന് വളരെ ദൂരെയാണ് നമ്മളിപ്പോൾ, എങ്കിലും കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൻ്റെ ഏറ്റവും ഒരു നടുമുറ്റത്ത് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഭാഗം. എന്തായാലും കാനഡയിലെത്തി ഇത്ര മനോഹരമായി മലയാളികളെ ചേർത്ത് പിടിക്കുന്ന എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. ഹാമിൽട്ടൺ മലയാളി സമാജത്തിന് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.